ഏവർക്കും നമസ്തേ. ആദ്യമായി തന്നെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹപൂർവ്വം വിജയദശമി ആശംസകൾ നേരുകയാണ്. അജ്ഞാനത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ അമൂർത്തമായ ഭാവങ്ങളിലേക്ക് വരുവാനും പ്രകാശത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഹൃദയംഗമമായിട്ടുള്ള വേദിയായി നാം ഓരോരുത്തരുടെയും ജീവിതം ഒരുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് വീണ്ടും വീണ്ടും നമ്മോട് ഈ പ്രപഞ്ചം തന്നെ വിളിച്ചു പറയുന്ന അസുലഭമായിട്ടുള്ള ധന്യമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് വിജയദശമി. ജീവിതത്തിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾക്കിടയിലും ഈശ്വരവിശ്വാസത്തിനെയും ഈശ്വര ചൈതന്യത്തിനെയും മറക്കാതെ സ്നേഹപൂർവ്വം ആദരിക്കുകയും ഞങ്ങളുടെ ഗുരുകാരണവർമാർക്കും പൂർവികർക്കുമൊക്കെയും നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും നമ്മെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഏവരും മുന്നോട്ട് പോകണം എന്ന് വിജയദശമി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനം അത് അറിവുകളാകുവാനും അറിവുകൾ തിരിച്ചറിവുകളാകുവാനും ആ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും നാം ഏവരും എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. പലതരത്തിലെ അറിവില്ലായ്മ, അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമുള്ള അറിവില്ലായ്മ ഒക്കെ തന്നെയും വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ നാം ഓരോരുത്തരെയും പല സമയങ്ങളിലായിട്ട് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഈ പ്രപഞ്ചം തന്നെ ഒരാൾ മുഖേനയോ മറ്റൊരാൾ മുഖേനയോ എന്തിനേറെ പറയുന്നു ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചൈതന്യം പതിപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന തരത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലെ ഗുരുനിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അറിവില്ലായ്മയെ അറിവുകളാക്കി മാറ്റുവാനും തെറ്റുകൾ തിരുത്തുവാനും ജ്ഞാനത്തിൻ്റെ ബോധമണ്ഡലത്തിലേക്ക് ഉയർന്നു വരുവാനും നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. സ്നേഹപൂർവ്വം ഏവർക്കും ഒരിക്കൽ കൂടി വിജയദശമി മംഗളങ്ങൾ നേരുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാ നന്മയും ഐശ്വര്യവും ശാന്തിയും സമാധാനവും പൂർണ്ണതയും ഏവർക്കും ഉണ്ടാവട്ടെ. നന്ദി.